എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ, നമ്പർ വേൾഡ്, സംഖ്യാലോകം. സംഖ്യകളുടെ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംഖ്യകൾ വായിക്കാനും എഴുതാനും നമ്പേഴ്സ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഇതൊന്ന് നമുക്ക് പ്ലേസ് ഒന്ന് നോക്കാം. ഇതെല്ലാവർക്കും അറിയാം, വൺസിൻ്റെ പ്ലേസ് ആണെന്ന്. വൺ മലയാളത്തിൽ പറയും നമ്മൾ ഒറ്റ. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റത്തെ വൺസ് പ്ലേസ് ആണ്, ഒറ്റയുടെ സ്ഥാനം. രണ്ടാമത്തേത് നമ്മൾ പറയും ടെൻസ് അല്ലേ, ടെൻസ്. രണ്ടാമത്തേത് ടെൻസ്, അപ്പോൾ 10. ഇനി മൂന്നാമത്തേത് ഹൺഡ്രഡ്സ് അല്ലേ, മൂന്നാമത്തേത് ഹൺഡ്രഡ്സ് 100 അല്ലേ. നാലാമത്തേത് തൗസൻഡ്സ്, 1000 1000. ഇനി അടുത്തത് എന്താണ്? 1000 കഴിഞ്ഞാൽ 10,000 10,000. ഓക്കെ, പിന്നെ ലാക്ക് ലക്ഷം, 10 ലാക്ക് 10 ലക്ഷം. ഓക്കെ, ക്രോർ കോടി, ഇതോ 10 കോടി. ഈ പ്ലേസ് എന്താണ്? 10 കോടി, 10 ക്രോർ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇതെന്താണ്? 10,000 ആണ്, ഇത് 10,000 അതായത് ഒറ്റ, 10, 100, 1000, 10,000. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. പേജ് 25 നമ്മൾ ചെയ്യുന്നത്. നോക്കാം. 2023 ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം അവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ വായിക്കുന്നില്ല കിലോമീറ്ററും. ഏറ്റവും കൂടിയ ദൂരം ഇത്രയും കിലോമീറ്റർ. ഇത് വായിക്കണം, അതാണ് നമ്മുടെ പ്രോബ്ലം അല്ലേ. ഇൻ 2023 ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ മൂൺ ഡാഷ് കിലോമീറ്റേഴ്സ് ആൻഡ് ദ മാക്സിമം ഈസ് ഡാഷ് കിലോമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വായിക്കാം? ആദ്യം നമുക്ക് എന്തെഴുതാം? ആദ്യം നമുക്ക് നമ്മുടെ നമ്പർ എഴുതാം അല്ലേ. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഇത് നോക്കൂ, ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം. അപ്പോൾ ലക്ഷത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്, ലാക്കിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മലയാളത്തിൽ എഴുതാം? 3,56,569. എങ്ങനെ എഴുതാം? 3,56,569. ഇനി ഇംഗ്ലീഷിലായാൽ നമ്മൾ എങ്ങനെ എഴുതും? 3,56,569. എങ്ങനെ എഴുതാം? 3,56,569. ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കിയാലോ. അടുത്ത നമ്പർ എത്രയാണ്? ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് മലയാളത്തിൽ എഴുതി നോക്കാം. എത്രയാണ്? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം. ഇതും 4 ലക്ഷമാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4,06,458. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 4,06,458. ഇംഗ്ലീഷിലായ നമ്മൾ എങ്ങനെ എഴുതും? 4,06,458. 4,06,458. അപ്പോൾ ആദ്യത്തെ കണക്ക് നമ്മൾ പൂർത്തീകരിച്ചു. നമുക്ക് രണ്ടാമത്തെ കണക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു 2011 സെൻസസ് ദ പോപ്പുലേഷൻ ഓഫ് കേരള വാസ് ഡാഷ് ആൻഡ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ് ഡാഷ്. ഓക്കെ, 2011 കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ, ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ, ഇത് രണ്ടും നമ്മൾ വായിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഈ നമ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി അല്ലേ. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000, ലാക്ക്, 10 ലാക്ക്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000, ലാക്ക്. ഓക്കെ, 10 ലാക്ക്, 3 crore. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കിനി എങ്ങനെ മലയാളത്തിൽ എഴുതി നോക്കാം. മലയാളത്തിൽ എഴുതുമ്പോൾ എത്രയാണിത്? 3,34,6,061. എങ്ങനെ എഴുതാം? 3,34,6,061. 3,34,6,061. ഇനി നമുക്ക് ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കാം. 3,34,6,061. 3,34,6,061. ഇനി നമുക്ക് ആദ്യം പ്ലേസ് നോക്കാം. 1, 10s, 100s, 1000, 10,000, lakh, 10 lakh, crore, 10 crore. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? 100 crore. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? ഇംഗ്ലീഷിൽ ആദ്യം എഴുതി നോക്കാം. 121 crore. 121 crore, 8,54,977. എങ്ങനെ എഴുതാം? 121 crore, 8,54,977. ഓക്കെ, ഇനി മലയാളത്തിൽ എങ്ങനെ എഴുതാം? 121,8,54,977. എങ്ങനെ എഴുതാം? 121,8,54,977. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The product of all the numbers from 1 to 11 is dash. അപ്പം ഇനി ആ നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണഫലം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം, ഒന്ന് വായിച്ച് നോക്കാം. ആദ്യം നമുക്ക് പ്ലേസ് നോക്കാം. 1s, 10s, 100, 1000s, പിന്നെ 1000, 10,000, lakh, 10 lakh, crore. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 3,99,16,800. 3,99,16,800. 3,99,16,800. എങ്ങനെയാണ്? 3,99,16,800. അപ്പോൾ നമ്മൾ പേജ് 25 നമ്പേഴ്സൊക്കെ വായിച്ച് നോക്കി എഴുതുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പേജിൽ, അതായത് പേജ് നമ്പർ 28 പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, താങ്ക് യു.